നമസ്കാരം. മലപ്പുറം എടപ്പാൾ സ്വദേശിയായിട്ടുള്ള യൂട്യൂബർ സന്ദീപിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ വാർത്ത നമ്മൾ കണ്ടതാണ്. ഞാൻ ഈ വാർത്ത കേട്ടിട്ട് ഇതിനെപ്പറ്റി പ്രതികരിക്കാതിരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനെന്തെങ്കിലും പറഞ്ഞേച്ച് പോച്ചേ. കാരണം അവന് മറ്റുള്ള യൂട്യൂബറെ കൊണ്ട് വലിയൊരു ഇടങ്ങേറില്ലെന്ന് പറഞ്ഞാൽ വലിയ ശല്യമില്ല. കാരണം ഒക്കെ ഒരു എന്താ പറയുക, ഒരു ഒഴുക്കൻ മട്ടിലേ പറയത്തുള്ളൂ, സംസാരിക്കത്തുള്ളൂ. കാരണം മറ്റുള്ളവരുടെ യൂട്യൂബറുടെ മേലേക്ക് ചാടി കളിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു യൂട്യൂബറാണ് ഈ സന്ദീപ്. ബിഷപ്പിനെ പറ്റിയിട്ടൊക്കെ അവനിപ്പോൾ 2-3 വീഡിയോ ബിഷപ്പിൻ്റെ പേര് മാറ്റിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. അൽത്തൂനും മനസ്സിലായിട്ടില്ല, അൽത്തു ബ്ലോഗിനും മനസ്സിലായിട്ടില്ല, GS ബ്ലോഗ് പാറശാല ഈ സ്ത്രീക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇവരെ ഇതൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് സന്ദീപ് ഒന്നും പറയുന്നില്ലല്ലോ, അച്ഛനെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. അവിടെ അച്ഛൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല. ഇവർ സന്ദീപിൻ്റെ യൂട്യൂബ് ചാനൽ മുഴുവൻ എന്താ പറയുക, സെർച്ച് ചെയ്ത് നോക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ അതിനൊന്നും അച്ഛനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. പിന്നെ ഇവരുടെ കണ്ണിലെന്താ, മാലക്കണ്ണാണ് ഇവരുടെ കണ്ണ്. അച്ഛനെ പറ്റി 3 പ്രാവശ്യം സന്ദീപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. വളരെ ഹാസ്യരൂപേണ, അതായത് കളിയാക്കുന്ന രീതിയിൽ അച്ഛൻ്റെ പേര് മാറ്റിയിട്ട് സിമ്പിൾ അച്ഛനാക്കി. അതായത് ഇവൻ്റെ വീഡിയോയുടെ തമ്പനയിൽ തന്നെ അച്ഛൻ്റെ ഫോട്ടോ ഉണ്ട്, ബിഷപ്പിൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ മുഖം ബ്ലർ ചെയ്തിരിക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ എന്നിട്ട് ആ തമ്പനയിൽ കണ്ടിട്ട് അതനുസരിച്ചാണ് വീഡിയോ ചെയ്തത്. പിന്നെ പത്തനംതിട്ടയിൽ ഒരു പ്രദേശത്ത് ഇന്നയാൾ ഇന്ന ഡേറ്റിൽ ജനിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ മീനമ്മയല്ല, ശരിക്ക് അച്ഛൻ്റെ ഈ ഈ അമ്മയുടെ പേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറിയാമ്മ തോമസോ അങ്ങനെ എന്തോ ഒരു പേരാണ്. മീനമ്മ എന്ന് സന്ദീപിൻ്റെ സങ്കല്പമാണ്. അതുപോലെ അച്ഛനെ ഈ ബിഷപ്പിനെ സിമ്പിൾ ബിഷപ്പ്, അതായത് സിമ്പിൾ അച്ഛൻ എന്നാണ് സന്ദീപ് പേരിട്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ അത് ഞാനിപ്പോൾ സന്ദീപിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് കണ്ട വീഡിയോ ആണ്. പക്ഷേ അത് വേണേൽ ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഇവിടെ കാണിക്കാം. പക്ഷേ അത് കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടുകയാണ്. അല്ലെങ്കിൽ തന്നെ ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വളരെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ GS ബ്ലോഗ് പാറശാലയ്ക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. എനിക്ക് ജീവിക്കണം, ഈ രാജ്യത്ത് ജീവിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഇതുപോലുള്ള, എനിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ സ്ഥാനത്ത് വേറൊരാളിനെ അവർ ജീവിതം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലുള്ള വളരെ മോശമായ കാര്യങ്ങൾ എന്നെപ്പറ്റി പ്രചരിപ്പിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലക്കാരനായിട്ടുള്ള ഈ യൂട്യൂബറെ ഇവിടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇവിടെ ലോക്കപ്പിലാണ് അദ്ദേഹം ഉള്ളത്. സാധുവായ എന്നെയും സാധുവായ രേണുസുധര കുടുംബത്തെയും ചവിട്ടി മരിച്ചാൽ ചോദ്യം ചെയ്യാൻ ആളില്ല, അവർക്കെതിരെ എന്ത് തെറി വിളിച്ചാലും ഇവിടെ ഒരു നിയമം നടപ്പിലാകത്തില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യം. അതുകൊണ്ട് ഏതറ്റം വരെ ഇനി എന്ത് നിയമം മുന്നോട്ട് പോകാൻ നിയമപാലകർ അവരോടൊപ്പം മുൻപോട്ട് നിന്നുകൊണ്ട് ഏതറ്റം വരെ നിയമത്തിൻ്റെ വഴിയിൽ പോകുക എന്നുള്ളത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും GS ബ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി എമർജൻസി ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ യൂട്യൂബറായിട്ടുള്ള സന്ദീപ് എടപ്പാളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പം നമ്മുടെ ബിഷപ്പാണ് കേസ് കൊടുത്തിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, സന്ദീപിൻ്റെ ചാനൽ ഞാൻ ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത സമയത്ത് എനിക്കതിൽ ബിഷപ്പിനെ തെറ്റായിട്ടൊന്നും പറഞ്ഞതായിട്ട് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. പക്ഷേ സന്ദീപിൻ്റെ സാങ്കല്പിക കഥയായിട്ട് കുറച്ച് ഒരു 4-5 എപ്പിസോഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരിടത്ത് പോലും ഞാൻ ആ ഫുൾ വീഡിയോസ് കണ്ടു. അതാ എനിക്ക് ഇത്രയും ലേറ്റായ വീഡിയോസ് ഇടാൻ. അപ്പോൾ ഞാൻ അതിൽ ഒരിടത്തും എന്താ പറയുക, ഈ ബിഷപ്പിനെയോ ഇവർക്ക് ഇപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. ഇവർ പറയുന്നതാണ് പിന്നെയും ഇവർ ഈ പറഞ്ഞ കാര്യം തന്നെ പിന്നെയും എടുത്ത് പറയാണ്. നിങ്ങൾക്ക് സ്ത്രീയെ തലയ്ക്ക് സുഖമൊന്നുമില്ല. നിങ്ങൾ ഈ വീഡിയോ ഒന്നും കാണുന്നില്ല. നിങ്ങൾ 2-3 പ്രാവശ്യം ഇവൻ്റെ സന്ദീപ് ഈ വീഡിയോ ചെയ്താണ്, നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. പിന്നെ നിങ്ങൾ പറയുന്നു രേണുവിനെ ഇതിനകത്ത് വലിച്ചിട്ടിട്ടുണ്ടെന്ന്. എന്ത് കാര്യത്തിന് രേണുവിനെ വലിച്ചിടുന്നത്? രേണുവിനെ വലിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണുവിൻ്റെ അച്ഛൻ തങ്കച്ചൻ സ്റ്റേഷനിൽ പോയിരുന്നു. സന്ദീപിന് വരുന്ന സമയത്ത് തങ്കച്ചൻ അവിടെ ഉണ്ട്. അപ്പം ഇതിൽ രേണുവിനെ വലിച്ചിടേണ്ട ഒരു കാര്യവും വന്നിട്ടില്ല. ഇതിൽ ഒരു തെറ്റായ ഒരു ന്യൂസ് ചാനലിൻ്റെ ഒരു വീഡിയോ ആണ്.
പിന്നെ ഇപ്പോൾ ഈ രേണുവിനെ ആൾക്കാർ വിമർശിക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നല്ലോ. ബിഷപ്പാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നു. ബിഷപ്പ് രേണുവിൻ്റെ പേരിലല്ല പോയി കംപ്ലയിൻറ്റ് കൊടുത്തത്. ബിഷപ്പിനെ അപമാനിച്ചതിൻ്റെ പേര് ബിഷപ്പാണ് പോയി കംപ്ലയിൻറ്റ് കൊടുത്തത്. ആ രേണുവിൻ്റെ പേരിൽ എന്തിനാണ് ബിഷപ്പ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്? നിങ്ങൾക്ക് തീരെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാം കണ്ടിട്ട് വേണം വർത്തമാനം പറയാൻ, ഇവിടെ ഒന്ന് വ്യാഖ്യാനിക്കാൻ. നിങ്ങൾ 10 മണിക്ക് വീഡിയോ ഇട്ട് 11 മണിക്ക് വീഡിയോ ഇട്ടെന്ന് പറയുന്നു. നിങ്ങളെന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകാത്തത്? നമുക്ക് അടുത്ത ആ വീഡിയോ ഒന്ന് കാണാം, മനസ്സിലായി? അധികം വൈകാതെ തന്നെ നടപടികൾ ഉണ്ടാകും. അവർ നിരീക്ഷണത്തിലാണ് എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇപ്പോൾ അവരെന്നോട് അറിയിക്കുവാനിടയായത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബിഷപ്പ് പറഞ്ഞു കേട്ടല്ലോ. ബിഷപ്പ് കേസ് കൊടുത്തിരിക്കുന്നത് സന്ദീപ് ഇടപ്പാളിൻ്റെ പേരിലാണ്. അപ്പോൾ സന്ദീപ് ഇടപ്പാള് ബിഷപ്പിൻ്റെ പേര് ആ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സന്ദീപിൻ്റെ പേരിൽ ബിഷപ്പിന് കേസ് കൊടുക്കാം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ, ഒരുപാട് പേര് ഇപ്പോൾ രേണുസുതിക്ക് എതിരായി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തിനായിരുന്നു ബിഷപ്പ് ഇതുപോലെ രേണുസുതിക്ക് നെഗറ്റീവ് വാങ്ങിച്ചു കൊടുക്കണേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നേരത്തെയും ബിഷപ്പ് ഇങ്ങനെ തന്നെയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നേരത്തെ രേണുസുതിക്ക് സപ്പോർട്ട് ആയിരിക്കുന്നതിന് മുമ്പ് ഇട്ടായിരുന്നു. അത് ഞാൻ ഒന്നുകൂടി ഇട്ടാലേ സെറ്റ് ആകത്തുള്ളൂ. നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണാം. സോഷ്യൽ മീഡിയയിൽ എന്തു വേണമെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാമെന്ന കാലം മാറുകയാണ്. ക്യാൻസർ ചികിത്സയിലായിരുന്ന സോഷ്യൽ മീഡിയ താരവും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ രേണുസുതിക്കെതിരെ അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിച്ച യൂട്യൂബർ സന്ദീപിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. രേണുസുതിക്കെതിരെ ആരോപണം ഉന്നയിച്ച സന്ദീപ് ഇടപ്പാളിനെ അറസ്റ്റ്. കണ്ടല്ലോ, മാസ്റ്റർ ബിന്ദു മനു എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്ന് കിട്ടിയാണ്. ഈ മാസ്റ്റർ ബിന്ദു മനുവിൻ്റെ ചാനൽ ഫുള്ള് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഇത്രയും ഭാഗമൊന്നും അത് ഞാൻ പിന്നെ കണ്ടോളാം, അതല്ല. അപ്പം നിങ്ങൾക്ക് ഇത് ഒന്ന് അറിയണം, ഇതെന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത്. മനസ്സിലായല്ലോ? വെറുതെ ബിഷപ്പിനെ കയറി പിന്നെ കൊത്താൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഇപ്പോൾ പൊതുവേ യൂട്യൂബേഴ്സിനൊക്കെ ബിഷപ്പ് രേണുവിൻ്റെ കൂടെ നിൽക്കുന്നു, അതായത് രേണുവിൻ്റെ കുടുംബത്തെ സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊന്നും അവിടെ കണ്ടിട്ട് സഹിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഈ GS ബ്ലോഗ് പാറശാലയ്ക്കും അത് തന്നെയാണ് കേടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ? പിന്നെ നിങ്ങൾ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ പറയും നിങ്ങളുടെ അച്ഛന്മാരൊന്നും ഇങ്ങനെ വന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് അതിന് അച്ഛന്മാരായി എവിടെ ഉള്ളത്? നിങ്ങൾക്ക് അച്ഛന്മാരല്ല, നിങ്ങൾക്ക് പാസ്റ്റർമാരാണ്, നിങ്ങൾ CS ബന്ധിക്കോസുകാരാണ്. ഇന്നലെ ഞാൻ ആ വീഡിയോ കാര്യങ്ങൾ പറഞ്ഞ. പിന്നെ അവരെന്ത് കാര്യം ഇവിടെ വന്ന് പറയണമെന്ന് പറഞ്ഞാൽ അവർ ആരും അല്ലല്ലോ ഇവരെ സഹായിക്കാനോ വീട് വെക്കാനോ അല്ലെങ്കിൽ സ്ഥലം കൊടുത്തത്. മനസ്സിലായല്ലോ? പിന്നെ നിങ്ങളുടെ അച്ഛന്മാരുടെ കാര്യം അല്ല പാസ്റ്റർമാരുടെ കാര്യം എന്തിനാണ് ഇവിടെ പറയുന്നത്? മനസ്സിലായില്ലേ? ഇനി അൽത്തുവിൻ്റെ ചാനലിലും സന്ദീപ് പറയുന്നുണ്ട്. അപ്പോൾ അൽത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസ് കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയൊരു വള്ളി തന്നെയാണ്. നമുക്കതൊന്ന് കാണാം. വന്നാലും ഉറപ്പായിട്ടും പറയാം, അതിൻ്റെ പിന്നിൽ നടക്കുന്നത് വലിയ വള്ളി തന്നെയാണ്. അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങാം, നമ്മൾ നിരപരാധിന്ന് തെളിയിക്കാം. പക്ഷേ അതിൻ്റെ പിന്നിൽ നടക്കുന്നത്, ഈ കേസ് കൊടുത്തവനും നമുക്കും എല്ലാവർക്കും പണി തന്നെയാണ്. അപ്പോൾ പൊന്നു പ്രേക്ഷകരോട് നമ്മുടെ സന്ദീപ് ബ്രോ തീർച്ചയായിട്ടും ഫുൾ എക്സ്പ്ലെയിൻ ആയിട്ടുള്ള വീഡിയോ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഈ വിഷയം ചർച്ച ചെയ്യാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ. അപ്പോൾ എനിക്ക് ഇപ്പം ആ വീഡിയോ കണ്ടല്ലോ, അൽത്തുവിൻ്റെ വീഡിയോ, അത് കുറച്ചുകൂടി വേണേൽ എനിക്കിടായിരുന്നു. സന്ദീപ് പിന്നെ കാറിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്, ഞാൻ ഈസി ആയിട്ട് ഇറങ്ങിപ്പോന്നു, ഞാൻ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദമൊക്കെ അടിച്ച് പോരുന്നുണ്ട്. ഇന്നലെ എടപ്പാളിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ന് രാവിലെ വിട്ടിട്ടുണ്ട്. അപ്പം അൽത്തു വലിയ സന്തോഷ വാർത്തയായിട്ടാണ് ഇവിടെ വന്ന് പറയുന്നത്. ആയിക്കോട്ടെ, സന്തോഷിച്ചോട്ടെ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം സ്റ്റേഷനിൽ പോയോ? ഒരു ദിവസം സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ പോലീസുകാരുടെ ഒപ്പം നിന്നോ? പോലീസുകാരുടെ ചോദ്യം ചെയ്യലിൽ അകപ്പെട്ടോ? മനസ്സിലായില്ലേ? അവനവൻ ചെയ്യുന്ന പണി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. യൂട്യൂബ് ചാനലാന്ന് പറഞ്ഞ് എന്ത് പ്രോകീർത്തനം വിളിച്ചു പറയാൻ പറ്റത്തില്ല. എന്തെല്ലാം കണ്ടൻറ്റുകൾ വേറെയുണ്ട്. കണ്ടൻറ്റ് ക്ഷാമമാണെങ്കിൽ പിന്നെ വേറെ എന്തൊക്കെ ചാനലുണ്ട്. ഈ അച്ഛൻ്റെയോ രേണുസുതിയുടെ ഒന്നും കാര്യം എടുത്തിടേണ്ട കാര്യമുണ്ടോ? അപ്പോൾ രേണുസുതിനെ ആൾക്കാർ വിമർശിക്കുകയാണെന്ന് പറഞ്ഞു, തെറി പറയുകയാണെന്ന് പറഞ്ഞു. ആ ഒരു തെറ്റായ ആ മംഗലം TV, ആ TV-യിൽ വന്ന ചാനലാണ്. ആ വാർത്തയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ അൽത്തുവിനോട് എനിക്ക് പറയാനുള്ള, പോലീസിനെ പേടിക്കേണ്ടതിന് വരും. മര്യാദയ്ക്ക് സൂക്ഷിച്ചും കണ്ടൊക്കെ അവനവൻ ചെയ്യേണ്ട രീതിയിലുള്ള കണ്ടൻറ്റുകളൊക്കെ ചെയ്തു. ഒരുപാട് നാട്ടിൽ വേറെ കണ്ടൻറ്റുകളുണ്ട്. എത്ര സ്ഥലത്ത് ആക്സിഡൻറ്റുകൾ നടക്കുന്നു, കൊലകൾ നടക്കുന്നു, അല്ലെങ്കിൽ മോഷണം പോണു. അതൊക്കെ കണ്ടൻറ്റ് ഉണ്ടാക്കിയിടാം. രേണുസുതി, ബിഷപ്പ്, തങ്കച്ചൻ, ഇത്തരം ടീമുകളെ മാത്രം നിങ്ങൾ പിന്നെ ക്രൂശിക്കാനായിട്ട് നിൽക്കരുത്. മനസ്സിലായല്ലോ? ശരിയെന്നാൽ നിർത്തും നോക്കേ.